മരിക്കാനുള്ള വഴിയായി കൃഷി മാറിയ ലോകത്തിലെ ഏക രാജ്യമാണ് ഇന്ത്യയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാനും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കും വേണ്ടി കൃഷി ചെയ്യാനിറങ്ങിയ കർഷകരുടെ ജീവൻ നഷ്ടമാവുകയാണെന്നും M. സ്വരാജ് അഭിപ്രായപ്പെട്ടു. ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ 2 മണിക്കൂറിൽ 3 കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. എന്തിന്? കൃഷി ചെയ്തതുകൊണ്ട്. കൃഷി ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ 4 ലക്ഷം പേർ ജീവനോടെ ഇരിക്കുമായിരുന്നു. അപ്പൊ കൃഷി ഇന്ത്യയിൽ എത്ര അപകടകരമായ ഒരു രംഗമായി മാറി. കൃഷി ചെയ്തില്ലായിരുന്നെങ്കിൽ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമായിരുന്ന 4 ലക്ഷം പേർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവർ കൃഷി ചെയ്തു പോയി. നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത മരിക്കാനുള്ള ഒരു വഴിയായി കൃഷി മാറിയ ലോകത്തിലെ ഏക രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇന്ത്യ താല്പര്യങ്ങളെ ബലികഴിക്കുന്ന കരാറുകളാണ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ തകർച്ചയിലേക്ക് വലിയ രൂപത്തിൽ നയിച്ചത്. ആസിയാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പാണ്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ കൃഷി ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ്. കർഷകരുടെ ശവപ്പുറമായി നമ്മുടെ രാജ്യം മാറുന്നു എന്നതാണ് പ്രശ്നം. ഒരു വ്യാഴവട്ടമായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ മോദി സർക്കാരിന്റെ മാത്രം നയവൈകല്യം എന്ന് പറയാനാണ്. കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും സ്ഥിതി കോൺഗ്രസിന്റെ അതേ നയമാണ് ഇപ്പോ NDA ഗവൺമെന്റും പിന്തുടരുന്നത്. സാമ്പത്തിക പരിഷ്കാരത്തിന്റെ കാര്യത്തിൽ, സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ, കോർപ്പറേറ്റ് വൽക്കരണ നയങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസും BJPയും ഒരേ പാത പിന്തുടരുന്നു എന്നതാണ് അവസ്ഥ. ഇപ്പോ പലരും പറയാറുണ്ട്, ഒരു ഡസൻ മുൻ മുഖ്യമന്ത്രിമാർ BJP ചേർന്നു, കോൺഗ്രസിൽ നിന്ന് BJP ചേർന്നു എന്ന് പറയാം. കർഷക സംഘം പാലക്കാട് ജില്ലാ സമ്മേളനം കൂറ്റനാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു M. സ്വരാജ്. രാജ്യത്തെ കാർഷിക മേഖലയിൽ ഇന്ത്യൻ താൽപര്യങ്ങളെ ബലി കഴിപ്പിക്കുന്ന കരാറുകളാണ് ഈ മേഖലയുടെ തകർച്ചയിലേക്ക് വഴിവെച്ചത്. ആളുകൾക്ക് മരിക്കാനുള്ള ഒരു വഴിയായി കാർഷിക മേഖല മാറിക്കഴിഞ്ഞു. മോദി സർക്കാരിന്റെ നയവൈകല്യം മാത്രമല്ല, കോൺഗ്രസ് സർക്കാരുകളും ഇതിന് ഉത്തരവാദികളാണ്. സാമ്പത്തിക നയങ്ങളിലും കോർപ്പറേറ്റുകളുടെ കാര്യത്തിലും ഇരുകൂട്ടരും ഒരേ നയമാണ് നടപ്പാക്കിയതെന്നും M. സ്വരാജ് കുറ്റപ്പെടുത്തി. LDF ഭരണകാലത്ത് UDF സ്വീകരിച്ച നയമല്ല ഇപ്പോൾ LDF സ്വീകരിക്കുന്നത്. KSRTC ബസ്സുകളിലെ സ്ത്രീ സൗജന്യ യാത്രയിൽ സർക്കാർ വെള്ളം ചേർത്ത് പറഞ്ഞു പറ്റിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. 3200 കോടി രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിർത്തിയാണ് 600 കോടി രൂപയുടെ ഈ പദ്ധതി നടപ്പാക്കുന്നതെന്നും M. സ്വരാജ് പറഞ്ഞു. ഏത് തിരഞ്ഞെടുപ്പിലും ജയവും തോൽവിയും സംഭവിച്ചാലും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുകയാണ് വേണ്ടതെന്നും അതാണ് ജനാധിപത്യ സംവിധാനമെന്നും M. സ്വരാജ് പറഞ്ഞു. വാമനൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിലാണ് 2 ദിവസത്തെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് KD പ്രസന്നൻ അധ്യക്ഷനായി. നേതാക്കളായ MR മുരളി, ഗോപി കോട്ടമുറിക്കൽ, ജോസ് മാത്യു, ശോഭന പ്രസാദ്, U. രാജഗോപാൽ, VK ചന്ദ്രൻ, U. അജയ്കുമാർ, P. മമ്മിക്കുട്ടി MLA, സുഭാഷ് ചന്ദ്രബോസ്, TK നാരായണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു. സമ്മേളനം നാളെ സമാപിക്കും. 340ഓളം പ്രതിനിധികളാണ് 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്.